ഹായ് ഹലോ മദർ യൂണിവേഴ്സിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും ഹാപ്പി ആയിരിക്കുന്നു, ഹെൽത്തി ആയിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. എന്താഗ്രഹത്തോടു കൂടിയാണോ നിങ്ങൾ എൻ്റെ വീഡിയോ ഓപ്പൺ ചെയ്തിരിക്കുന്നത്? സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ ദൈവം നിങ്ങളുടെ ആഗ്രഹമെല്ലാം സാധിച്ചു തന്നതിനായി ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു. എന്നെ കാണുന്ന വ്യൂസ്, അത്ഭുതം കാണുവാൻ സമയമായോ? ഇത്രയും നാൾ നിങ്ങൾ അനുഭവിക്കുന്നതായിട്ടുള്ള ഈ സ്ട്രഗിളിൽ നിന്നും മാറി നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾക്കുള്ള സാധ്യത ഉണ്ടോ എന്നാണ് നോക്കുന്നത്. നിങ്ങൾ പ്രാർത്ഥനയോടുകൂടി ഇരിക്കുക. പ്രപഞ്ചശക്തിയോട് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള മെസ്സേജിനായി പ്രാർത്ഥിക്കുക. പ്ലീസ് ഗിവ് മീ മദർ യൂണിവേഴ്സ്, സമയമായോ? തീർച്ചയായിട്ടും എൻ്റെ വ്യൂവേഴ്സിൻ്റെ ജീവിതത്തിൽ അത്ഭുതം വന്നു ചേരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, എല്ലാം പോസിറ്റീവ് കാർഡാണ് വന്നിരിക്കുന്നത്. നെഗറ്റീവായിട്ട് ഒരു കാർഡ്സും വന്നിട്ടില്ല. എൻ്റെ വ്യൂവേഴ്സിൻ്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾക്കുള്ള സമയമായിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്. റിലേഷൻഷിപ്പിലാണെങ്കിലും ശരി തന്നെ, സാമ്പത്തികമായും ജോലി സംബന്ധമായിട്ടും അത്ഭുതങ്ങൾക്കുള്ള സമയം തന്നെയാണ് ഇവിടെ കണ്ടിരിക്കുന്നത്. ഇവിടെ വന്നിരിക്കുന്ന നമ്പർ 3, 2, 1, 17, 8, 14, 5 ഇതാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഓക്കെ, നമുക്ക് ക്ലാരിഫൈ ചെയ്യാം. എല്ലാ സോഡിയക് സൈനും ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, 9 പ്ലാനറ്റും ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഫസ്റ്റ് തന്നെ നോക്കാം എന്തുകൊണ്ടാണ് എംപ്രസ് ഇവിടെ വന്നിരിക്കുന്നത്. എൻ്റെ വ്യൂവേഴ്സിൻ്റെ ജീവിതത്തിൽ എന്ത് അത്ഭുതമാണ് സംഭവിക്കാൻ പോകുന്നത് എന്നത്. ഓക്കെ, ഇവിടെ 4 ഓഫ് വാണ്ടിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. ഒരു സെലിബ്രേഷനാണ് നിങ്ങളിലേക്ക് വന്നു ചേരാൻ പോകുന്നത്. അത് ജോലി സംബന്ധമാകാം, ഒരു കുഞ്ഞിന് വേണ്ടിയിട്ടാകാം, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ട ഒരു വിവാഹ ചടങ്ങുകളാകാം. ഓക്കെ, നിങ്ങൾക്കൊരിക്കലും ഒന്നും നടക്കില്ല എന്ന് വിചാരിച്ച് തള്ളിക്കളഞ്ഞ് എല്ലാവരും നിങ്ങളെ ഒറ്റപ്പെടുത്തി നീ സ്വപ്നം കാണേണ്ട കാര്യമില്ല, ഇതൊന്നും നിനക്ക് സംഭവിക്കാൻ പോകുന്നില്ല എന്നൊക്കെ വിചാരിച്ച് ഒന്നുമല്ലാത്ത രീതിയിൽ തള്ളിക്കളഞ്ഞിരിക്കുന്ന ചില സിറ്റുവേഷൻ ആയിരിക്കാം. ഇവിടെ പ്രപഞ്ചം എടുത്ത് പ്രവർത്തിക്കാൻ പോകുന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ അഫർമേഷൻ, നിങ്ങളുടെ കണ്ണുനീര്, പ്രാർത്ഥന എല്ലാം യൂണിവേഴ്സിലേക്ക് തന്നെ എത്തിയിരിക്കുന്നു. അപ്പം തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് അഫർമേഷൻ ആയിരിക്കുന്നു, നിങ്ങൾക്ക് പോസിറ്റീവായി വരുന്നു. ഡബിൾ പോസിറ്റീവ് കാർഡാണ് വന്നിരിക്കുന്നത്. ദ 4 ഓഫ് വാണ്ട് എന്ന് പറയുമ്പോഴത്തേക്ക് സെലിബ്രേഷൻ എൻ്റെ വ്യൂസിനെ തേടി എത്തിയിരിക്കുന്നു. ഓക്കെ, ഒന്നിനും കൊള്ളില്ല എന്നൊക്കെ വിചാരിച്ച് തള്ളിക്കളഞ്ഞവരുടെ മുമ്പിൽ വിരുന്നൊരുക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ, നിങ്ങൾ അവരുടെ മുന്നിൽ നിങ്ങൾ ആരാണെന്നും നിങ്ങളുടെ അനുഗ്രഹം എന്താണെന്നും പ്രപഞ്ചത്തിൻ്റെ ഈ പ്രപഞ്ചശക്തിയുടെ സഹായത്തോടു കൂടി നിങ്ങൾ പുറത്ത് കാണിക്കാൻ പോകുന്നു. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്. 5 ഓഫ് സോഡിൻ്റെ എനർജി, ചില വ്യക്തികളുടെ ഇടപെടൽ കാരണം ചില വ്യക്തികൾ നിങ്ങളെ പിറകിൽ നിന്നും ചതിച്ചതിൻ്റെ പേരിൽ, നിങ്ങൾ റിലേഷൻഷിപ്പ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ജോലി സംബന്ധമായിരിക്കാം, അവിടെ നിങ്ങളെ ഒരുപാട് ചതിച്ചിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പഴി ചാരിയിരിക്കുന്നതായി കാണുന്നു. അതിൻ്റെ പേരിൽ നിങ്ങൾ മാനസികമായും സ്ട്രഗിൾ അനുഭവിക്കുകയും ജഗ്ലിംഗ് സിറ്റുവേഷനിലായിരിക്കുകയും ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഇപ്പോൾ നിങ്ങൾക്കുണ്ടെങ്കിൽ അവിടെ എംപ്രസ് വരികയാണ്. നിങ്ങൾക്കത് ബാലൻസിങ്ങിൽ വരികയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ എവിടെയാണോ നിങ്ങൾക്ക് തെറ്റുപറ്റിയത് അതെല്ലാം നിങ്ങൾക്ക് ശരിയായി മുന്നോട്ട് പോകുന്നു. ഇപ്പോൾ നിൽക്കുന്ന ഏത് സിറ്റുവേഷൻ അതിൽ നിന്ന് ഒരു വലിയ മാറ്റമാണ് നിങ്ങൾക്ക് വരുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ സ്ട്രെങ്ത് വരികയാണ്. നിങ്ങൾ എന്താണോ നിങ്ങൾ ഗോൾ സെറ്റ് ചെയ്തിരിക്കുന്നത്, നിങ്ങൾ ഉയരങ്ങളിലേക്ക് പറക്കുവാൻ ശക്തിയുള്ള മാനസിക ധൈര്യം നിങ്ങൾക്ക് കടന്നു വരികയാണ്. ഓക്കെ, എല്ലാ കാര്യങ്ങളും ഇവിടെ ഇമോഷണൽ ആയാലും ശരി തന്നെ, മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യമാണെങ്കിലും ശരി തന്നെ, എൻ്റെ വ്യൂസ് അത് ബാലൻസിങ്ങിൽ കൊണ്ടുവരുന്നതാണ് ഇവിടെ കാണുന്നത്. ഇതും പോസിറ്റീവായിട്ട് തന്നെയാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, ടെൻഷൻ അടിക്കേണ്ട. പ്ലീസ് കെടുമി മദർ യൂണിവേഴ്സിൻ്റെ ശക്തമേറിയ എനർജികൾ ചോദിക്കുന്നു എന്തുകൊണ്ടാണ് ഇവിടെ പേജ് ഓഫ് പെൻറ്റിക്കിൾ വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ഈ ഒരു നിമിഷം നിങ്ങൾ ചില സിറ്റുവേഷനിൽ
ഒന്നും ചെയ്യാൻ കഴിയാതെ, ആക്ഷൻ ഒന്നും എടുക്കാൻ കഴിയാതെ സ്റ്റക്കായി നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ നിങ്ങൾക്കുണ്ടെങ്കിൽ, നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല, നിങ്ങൾക്കായിട്ട് ഒരു ധൈര്യവുമില്ല അതിനൊരു ആക്ഷൻ എടുക്കാൻ, നിങ്ങൾ മടിച്ചു നിൽക്കുകയാണ്, നിങ്ങൾക്ക് മുന്നോട്ട് അതിൻ്റെ ഫ്യൂച്ചർ എന്താണെന്ന് നിങ്ങൾ അറിയുന്നില്ല, അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ സാമ്പത്തികപരമായിട്ടോ റിലേഷൻ സംബന്ധമായിട്ടോ ജോലി സംബന്ധമായിട്ടോ ഉണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്കൊരു ഓഫർ വരുന്നു എന്നുള്ളതാണ്. ഏസ് ഓഫ് പെൻറ്റിക്കിൾ എന്ന് പറയുന്നത് ഒരു ഗോൾഡൻ ഓഫറാണ് നിങ്ങൾക്ക് വരുന്നത്. ഓക്കെ, നിങ്ങൾ ഇതുവരെയും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള അനുഗ്രഹമാണ് നിങ്ങളെ തേടിയെത്തുന്നത്. സണ്ണാണ് വന്നിരിക്കുന്നത്. അന്ധകാരത്തിൽ നിന്ന്, നിങ്ങളുടെ കണ്ണിൽ അന്ധകാരമായിരുന്നു ഇതുവരെയും, ആ അന്ധകാരത്തെ നീക്കിക്കൊണ്ട് പ്രപഞ്ചത്തിൻ്റെ അനുഗ്രഹം ഉയർന്നു വരുന്നതായി ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്. ഇവിടെ സ്റ്റാറിൻ്റെ കാർഡ് വന്നിരിക്കുന്നു. ഇനി നിങ്ങളുടെ ജീവിതം മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു സ്റ്റാറായി മാറുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങളെ മറ്റുള്ളവർ റെസ്പെക്റ്റ് ചെയ്യുന്ന നിലയിലേക്ക് നിങ്ങൾ ഉയർന്നു വരാൻ പോകുന്നു. മറ്റുള്ളവർക്ക് കൂടി ഒരു വഴികാട്ടിയാകാൻ പോകുന്നു എന്നുള്ളതാണ്. 6 ഓഫ് കപ്പിൻ്റെ എനർജി വന്നിരിക്കുന്നു. നിങ്ങളുടെ സൗഹൃദങ്ങൾ നിങ്ങളെ തേടിയെത്തുന്നതായി കാണുന്നു. ഒരുപാട് സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്തിരുന്ന ചില വ്യക്തികൾ, നിങ്ങളുടെ ചെറിയ പ്രായം മുതൽക്കേ നിങ്ങൾ ഇഷ്ടപ്പെട്ടിരുന്ന ഒരു വ്യക്തി, അല്ലെങ്കിൽ ഒരുപാട് വർഷമായി നിങ്ങൾ മനസ്സിൽ സൂക്ഷിക്കുന്നതായിട്ടുള്ള ചില വ്യക്തികളെ കണ്ടുമുട്ടാൻ പോകുന്നു എന്നുള്ളതാണ്. നിങ്ങൾ നിങ്ങളുടെ ചെറുപ്പകാലം മുതൽക്കേ നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന ഒരു ജോലി, അതിനുവേണ്ടി നിങ്ങൾ ഒരുപാട് എഫേർട്ട് ഇട്ടിട്ടുണ്ടായിരിക്കും. ആ ജോലി നിങ്ങളെ തേടിയെത്തുന്നതായി കാണുന്നു. ഓക്കെ, നിങ്ങളുടെ ആഗ്രഹം, നിങ്ങൾ ഒരുപാട് നാളായിട്ട് ചില സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്നു, അവിടെ നിന്ന് നിങ്ങൾക്കൊരു ഗ്രോത്തിന് വേണ്ടി നിങ്ങൾ ശ്രമിക്കുന്നുണ്ട്, അത് നിങ്ങൾക്ക് വന്നു ചേരുന്നു. അതുപോലെ തന്നെ നിങ്ങളൊരു സ്ഥലമാറ്റത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട്, ജോലി സ്ഥലത്ത് തന്നെ മറ്റൊരു സ്ഥലത്തേക്ക് മാറിപ്പോകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു, അതിലൊരു പോസിറ്റീവ് എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. എല്ലാ കാര്യവും ബാലൻസിങ്ങിൽ വരുന്നതാണ്. നിങ്ങൾക്ക് ഒരു വലിയ ഹോപ്പ് നൽകുന്നു, പ്രപഞ്ചശക്തിയാണ് നൽകുന്നത്. തീർച്ചയായിട്ടും നിങ്ങളുടെ ആഗ്രഹം സാധിക്കുന്നതാണ്, നിങ്ങളുടെ അഫർമേഷൻ സാധിക്കുന്നു എന്നുള്ള ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്. കിങ് ഓഫ് പെൻറ്റിക്കിളിൻ്റെ എനർജി വന്നിരിക്കുന്നു. നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്യുന്ന നിലയിൽ നിങ്ങൾ ഉയരാൻ പോകുന്നു എന്നുള്ളതാണ്. അധികാരങ്ങൾ നിങ്ങളെ തേടിയെത്തുന്നതായി കാണുന്നു. ചില വ്യക്തികൾ രാഷ്ട്രീയത്തിലും മറ്റും പ്രവർത്തിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അധികാര സ്ഥാനം നിങ്ങളെ തേടിയെത്തുന്നു. താങ്ക് യു യൂണിവേഴ്സ്. ഇവിടെ പ്രോപ്പർട്ടി പരമായിട്ടുള്ള കാര്യങ്ങൾ, സാമ്പത്തികപരമായിട്ടുള്ള ചില കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരുന്നതായി കാണുന്നു. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്. വീൽ ഓഫ് ഫോർച്യൂൺ ആണ് വന്നിരിക്കുന്നത്. സമയം നിങ്ങൾക്ക് അനുകൂലമായിരിക്കുന്നു എന്നുള്ളതാണ്. ഇനി നിങ്ങളുടെ മുന്നിൽ അത്ഭുതങ്ങൾ ഓപ്പൺ ആകുവാൻ തുടങ്ങുന്നു. ഓക്കെ, നിങ്ങളുടെ മുന്നിലേക്ക് ഇനി അത്ഭുതങ്ങളുടെ സമയമാണ്. ദ വീൽ ഓഫ് ഫോർച്യൂൺ എന്ന് പറയുമ്പോൾ ഒരു ലക്ക് ടൈമാണ്. ഓക്കെ, ഭാഗ്യത്തിൻ്റെ ചക്രം നിങ്ങളുടെ നേർക്ക് കറങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇത് വിശ്വസിക്കുന്നവർക്ക് ഏറ്റെടുക്കാം. എൻ്റെ ജീവിതത്തിൽ ഇനി ഭാഗ്യചക്രം കറങ്ങാൻ പോകുന്നു, ഞാൻ വിശ്വസിക്കുന്നു, എൻ്റെ ലൈഫിൽ സക്സസ് വരുന്നു എന്ന് വിശ്വസിക്കുക. നിങ്ങൾ അഫർമേഷൻ ചെയ്യുക. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്. ഇവിടെ കിങ് ഓഫ് കപ്പിൻ്റെ എനർജി വന്നിരിക്കുന്നു. നിങ്ങളിൽ ചില കാര്യങ്ങൾ ബാലൻസിങ്ങിൽ വരുന്നുണ്ട്. ഓക്കെ, നിങ്ങളിൽ ഉത്തരവാദിത്വം വർദ്ധിക്കുന്നതായി കാണുന്നു. ഓക്കെ, ഇമോഷണൽ ആയിട്ടുള്ള ചില കാര്യങ്ങൾ ബാലൻസിങ്ങിൽ വരുന്നതായി കാണുന്നു. കുറേ നാളായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ചില കൺട്രോൾ ഇല്ലാത്ത അവസ്ഥ, ഓക്കെ, നിങ്ങൾക്ക് മാനസികമായി ചില കൺട്രോൾ ഇല്ലാത്ത അവസ്ഥ, മറ്റുള്ളവർ നിങ്ങളെ തള്ളിപ്പറയുന്നതായിട്ടുള്ള ചില അവസ്ഥകൾ ഉണ്ടായിരിക്കാം. അത് ജോലി സ്ഥലത്തായിരിക്കാം, കുടുംബജീവിതത്തിലായിരിക്കാം, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തിയിൽ നിന്നായിരിക്കാം. ഓക്കെ, നിങ്ങൾക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പും നിങ്ങളുടെ ജോലിയും നിങ്ങളുടെ മാനസിക അവസ്ഥയെ ഒന്നും കൺട്രോളിൽ കൊണ്ടുപോകാതെ വണ്ണം ഒരു ഇലൂഷനിലായിരുന്നു നിങ്ങൾ ഇതുവരെയെങ്കിൽ ഇവിടെ എല്ലാ കാര്യവും ബാലൻസിങ്ങിൽ വരുന്നുണ്ട്. ഓക്കെ, ഇവിടെ നിങ്ങളുടെ അഫർമേഷൻ സക്സസ് ആകുകയാണ്. നിങ്ങൾ എന്താണോ ഇത്രയും നാളായിട്ട് നിങ്ങൾ മനസ്സിൽ ആഗ്രഹിച്ചിരുന്നത് അത് നിങ്ങളെ തേടിയെത്തുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. നിങ്ങൾക്ക് അടഞ്ഞിടുന്ന വാതിൽ, ഓക്കെ, അടഞ്ഞിരുന്നതായിട്ടുള്ള ചില വാതിലുകൾ ഇവിടെ ഓപ്പൺ ആകുന്നുണ്ട്. ക്യൂൻ ഓഫ് കപ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് അടഞ്ഞിരിക്കുന്നതായിട്ടുള്ള ചില അനുഗ്രഹങ്ങളെയാണ് ഇവിടെ കാണിക്കുന്നത്. ആ ക്യൂൻ ഓഫ് കപ്പ് ഇവിടെ ഓപ്പൺ ആകുന്നു. കിങ് ഓഫ് കപ്പ്, ഓക്കെ, ഇവിടെ ഹസ്ബൻഡ് ആൻഡ് വൈഫിൻ്റെ ഒരു എനർജിയെ കാണിക്കുന്നുണ്ട്. നിങ്ങളുടെ ഇടയിൽ എന്തൊക്കെയോ റിലേഷൻഷിപ്പിൽ അടഞ്ഞിരുന്നതായിട്ടുള്ള നിങ്ങളുടെ എനർജീസ് എല്ലാം ഇവിടെ ഓപ്പൺ ആകുകയാണ്. നിങ്ങൾക്ക് പരസ്പരം കാണാതിരുന്ന വ്യക്തികൾ പരസ്പരം കാണാൻ പോകുന്നു. പരസ്പരം കോണ്ടാക്റ്റ് ഇല്ലാതെ ബ്ലോക്കായിരുന്ന വ്യക്തികൾ പരസ്പരം ഇഷ്ടപ്പെട്ട് നിങ്ങൾ ഒരുമിച്ച് ജീവിക്കാൻ പോകുന്നതായിട്ടുള്ള എനർജി ഇവിടെ കാണുന്നുണ്ട്. ഒരു പോസിറ്റീവ് വൈബാണ് ഇവിടെ വന്നിരിക്കുന്നത്. എല്ലാവർക്കുമല്ല, ആഗ്രഹിക്കുന്നവർക്ക് മാത്രം ഇവിടെ ഒരു കുഞ്ഞിനുള്ള സാധ്യത കാണുന്നുണ്ട്. ഓക്കെ.
ഇതുവരെയും നിങ്ങൾ പ്രപഞ്ചത്തിൻ്റെ ഒരു അട്രാക്ഷന്, പ്രപഞ്ചശക്തിയുടെ ഒരു അട്രാക്ഷന് വേണ്ടി നിങ്ങൾ കാത്തിരുന്നു. എന്നിലേക്ക് ശ്രദ്ധിക്കൂ, കണ്ണ് കാണുന്നില്ലേ, ഞാൻ ഈ അനുഭവിക്കുന്നത് അറിയുന്നില്ലേ ദൈവമേ എന്നൊക്കെ വിചാരിച്ച് നിങ്ങൾ ഒരുപാട് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരിക്കാം. ഇപ്പോൾ പ്രപഞ്ചം നിങ്ങളിലേക്ക് നോക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. കിങ് ഓഫ് വാണ്ടിൻ്റെ എനർജി നിങ്ങൾക്ക് ഓഫർ നൽകുന്നു. കിങ് ഓഫ് വാണ്ടിൻ്റെ എനർജിയിൽ നിന്നും നിങ്ങൾക്ക് അനുഗ്രഹം, നിങ്ങൾ എന്താണോ ഇത്രയും നാൾ കാത്തിരുന്നത്, ആ കാത്തിരുന്ന അനുഗ്രഹം നിങ്ങളെ തേടിയെത്തുന്നു. പ്രപഞ്ചം നിങ്ങളിലേക്ക് നോക്കുന്നു, നിങ്ങളിലേക്ക് അട്രാക്റ്റ് ആകുന്നു. ഓക്കെ, നിങ്ങളുടെ ഗ്രോത്തിന് വേണ്ടി ഇവിടെ പ്രവർത്തിക്കാൻ പോകുന്നു. യൂണിവേഴ്സിൽ നിന്നുള്ളൊരു ഗിഫ്റ്റാണ് നിങ്ങൾക്ക് വരുന്നത്. പേജ് ഓഫ് കപ്പ് നിങ്ങൾക്കായുള്ള അനുഗ്രഹത്തിൻ്റെ ഗിഫ്റ്റാണ്. ഇത്രയും നാൾ നിങ്ങൾ വെയിറ്റ് ചെയ്തിരുന്നത് എന്താണോ അത് നിങ്ങളിലേക്ക് വന്നു ചേരുന്ന ഒരു എനർജി. അപ്പോൾ അത്ഭുതം എൻ്റെ വ്യൂസിൻ്റെ ലൈഫിലേക്ക് തുറക്കാൻ പോകുന്നു എന്നുള്ളതാണ്. ഓക്കെ, അപ്പം ഇത് നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ നിങ്ങൾ പ്രപഞ്ചത്തോട് പറയുക, ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് ഇത് അട്രാക്റ്റ് ചെയ്യുന്നു, ഞാൻ വിജയിക്കും, ഞാൻ അനുഗ്രഹിക്കപ്പെടും, ഞാൻ സക്സസ് ആകും എന്ന് തന്നെ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക. ഇത് നിങ്ങളുടെ ഒരു മന്ത്രമായി തന്നെ ഇരിക്കട്ടെ. എൻ്റെ ജീവിതം അനുഗ്രഹിക്കപ്പെടും, എൻ്റെ സാമ്പത്തികം അനുഗ്രഹിക്കപ്പെടും, എൻ്റെ മാനസികാവസ്ഥ അനുഗ്രഹിക്കപ്പെടും, എൻ്റെ ജോലിയിൽ ഞാൻ അനുഗ്രഹിക്കപ്പെടും, എൻ്റെ കൂട്ടുകാരുടെ ഇടയിൽ ഞാൻ അനുഗ്രഹിക്കപ്പെടും എന്നെല്ലാം നിങ്ങൾ നിരന്തരമായി പറയുക. നെഗറ്റീവായി പറയുന്നതിന് പകരം നിങ്ങൾ പോസിറ്റീവായിട്ട് പറയുക. ഓക്കെ, വായ്പ വാങ്ങുന്ന സമയത്ത് ഇപ്പം നമുക്ക് പൈസ ഇല്ലാണ്ട് ആരുടെതെങ്കിലും പൈസ വാങ്ങുന്ന സമയത്തും അത് വാങ്ങിച്ചിട്ട് അയ്യോ പലിശ കൊടുക്കണമല്ലോ എന്ന് ചിന്തിക്കുന്നതിന് പകരം നമ്മൾ ആ പൈസ വാങ്ങുന്ന സമയം തന്നെ നിങ്ങളുടെ മനസ്സിൽ ഇത് പറയുക, വായ്പ വാങ്ങാനിട വരികയില്ല, കൊടുക്കുവാനോ ദൈവം സമൃദ്ധി നൽകും, ഉയർച്ച തന്നെ എന്നും പ്രാപിക്കും ഞാൻ, ഉന്നതങ്ങളിൽ എന്നെ മാനിക്കും താൻ, എൻ്റെ ദൈവത്താൽ നിശ്ചയം അനുഗ്രഹം പ്രാപിച്ചിടും ഞാൻ. ഓക്കെ, ഈ പൈസ വാങ്ങുന്ന സമയത്തും നിങ്ങൾക്ക് നിരാശയല്ല. ഈ പൈസ വാങ്ങുന്നതിൻ്റെ ഇരട്ടി ഞാൻ മറ്റുള്ളവർക്ക് ദാനം ചെയ്യുന്ന വ്യക്തിയായി മാറുമെന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടാകണം. ഇപ്പോഴുള്ള സാഹചര്യം എന്തോ ആകട്ടെ, ആ സാഹചര്യത്തെ അതിര് കടന്ന് ഞാൻ പോകും എന്നുള്ള ഒരു സ്വയമായിട്ട് പറയുന്ന ഒരു പ്രാർത്ഥനയാണിത്. ഓക്കെ, ഇത് നിങ്ങളുടെ മനസ്സിൽ ആ ഒരു ശക്തി ഉണ്ടാകട്ടെ. ഇപ്പം ഈ പാട്ട് അറിയത്തില്ലെങ്കിൽ പോലും നിങ്ങൾ മനസ്സിൽ ഇങ്ങനെ ചിന്തിക്കണം, ഞാൻ വായ്പ വാങ്ങുന്ന വ്യക്തിയല്ല, അനേകർക്ക് ഞാൻ പൈസ കൊടുക്കുന്ന വ്യക്തിയാകും, മറ്റുള്ളവരുടെ സഹായത്തിനായി നമ്മൾ കൊടുക്കുന്ന വ്യക്തിയാകും. ആ പൈസയെ തിരിച്ചാഗ്രഹിച്ചിട്ടല്ല, അല്ലാതെ സഹായമല്ല, തിരിച്ചാഗ്രഹിക്കാതെ നമ്മൾ സഹായമായിട്ട് തന്നെ മറ്റുള്ളവരെ കൊടുക്കുന്ന വ്യക്തിയായി മാറുമെന്ന് നിങ്ങൾ ചിന്തിക്കുക. ഓക്കെ, അപ്പം നല്ലൊരു ദിവസം നിങ്ങൾക്ക് വരുന്നുണ്ട്. നിങ്ങളുടെ മുമ്പിൽ ഒരു അത്ഭുതം തുറക്കാൻ പോകുന്നു എന്നുള്ളതാണ്. വിശ്വസിക്കുകയും. ഓക്കെ, താങ്ക് യു. ഗോഡ് ബ്ലസ് യു.